പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ക്രിസ്തീയ ലോകം നേരിടുന്ന ആത്മീയ അരക്ഷിതാവസ്ഥയ്ക്കും ആത്മീയ അധപ്പതനത്തിനും വിവിധ തരത്തിലുള്ള ആത്മീയ ഞരമ്പ് രോഗങ്ങൾക്കും വിടുതൽ നിർദ്ദേശിക്കുന്ന ഒരു പരിപാടിയാണ് ആത്മീയ വൈദ്യനോട് ചോദിക്കാം എന്ന തത്സമയ പരിപാടി. വിവിധ സംശയങ്ങൾക്ക് മറുപടി പറയാൻ എത്തിച്ചേരുന്നത് പ്രശസ്ത ഞരമ്പ് രോഗിയും ഇരയാത്ത സംഘടനയുടെ ഡയറക്ടറുമായ ഡോക്ടർ മേഴ്സി വാഴിക്കലാണ്. ഒരു നല്ല കൈയോടുകൂടി ഡോക്ടർ സ്വാഗതം ചെയ്യും. ഡോക്ടർ മേഴ്സി വാഴിക്കൽ നരമ്പ് രോഗിയല്ല, നരമ്പ് രോഗികളെ ചികിത്സിക്കുന്ന ഡോക്ടർ മേഴ്സി വാഴിക്കലാണ്. തുടർന്നുള്ള 10 മിനിറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ ബഹുമാനപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം. നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 009612222 പിന്നെ 2. ഏവർക്കും ഡോക്ടറോട് ചോദിക്കാമെന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ഡോക്ടർ, താങ്കളുടെ പ്രവർത്തന രീതി ഒന്ന് വിശദീകരിക്കാമോ? ഞാൻ 35 കൊല്ലമായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്നു. അമേരിക്കയിലുള്ള ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയിലാണ് ഞാൻ പഠിച്ചത്. അവിടുത്തെ പഠനത്തിന് ശേഷം ഇന്ത്യയിലും ഇപ്പോൾ ഈ രോഗം കൂടുതലുള്ള കൊച്ചു കേരളത്തിലും പ്രവർത്തിക്കുന്നതാണ്. ഡോക്ടർ, ഇത്രയും നാളത്തെ പ്രവർത്തനം സന്തോഷമാണോ സംഭവമാണോ? അമേരിക്കയിൽ എനിക്ക് വളരെ സന്തോഷമായിരുന്നു. ഇവിടെ വളരെ പരിതാപകരമാണ്. അനുസരണമുള്ളവരല്ലല്ലോ കേരളക്കാർ, പ്രത്യേകിച്ചും ബന്ധുക്കോസുകാർ. നമുക്ക് കോളിലേക്ക് പോകാം. ഹലോ, ഡോക്ടറോട് ചോദിക്കാം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്? ഹലോ, ഡോക്ടറോട് ചോദിക്കാം എന്ന പരിപാടിയല്ലേ? പിന്നെ കൊക്കിഷോയാണോ? എന്റെ സഹോദരി പാറ. ഞാൻ ഇതിന്റെ പേരിൽ നിന്ന് ഏലിയാമയാണ്. ഓക്കെ, ഇപ്പോൾ താങ്കൾക്ക് ഡോക്ടറോട് നിങ്ങളുടെ സംശയങ്ങൾ പറഞ്ഞോളൂ. ഡോക്ടർ, എന്റെ പ്രശ്നം, ഞാൻ സഭയിൽ സാക്ഷ്യം പറഞ്ഞാൽ നിർത്താൻ പറ്റുന്നില്ല. പെട്ടെന്ന് നിർത്തണമെന്ന് ആഗ്രഹിക്കുമെങ്കിലും തുടങ്ങിയാൽ എന്റെ സ്ഥലകാല ബോധം നഷ്ടപ്പെടും. ഒരാഴ്ചത്തെ കാര്യങ്ങൾ പറഞ്ഞു തീർക്കണ്ടേ ഡോക്ടർ? എന്നെ കൊണ്ട് നിർത്താൻ പറ്റുന്നില്ല. മിക്കവാറും എന്റെ സാക്ഷ്യം കഴിയുമ്പോഴേക്കും പാസ്റ്റർ ആശ്വാസം പറയും. ഇത് രോഗമാണോ ഡോക്ടർ? അതിന് മരുന്നുണ്ടോ? നീലംപേരിയിലെ ഏരിയാമേ, ഇത് ഒരു രോഗം തന്നെയാണ്. ഇതിന്റെ പേര് സാക്ഷ്യം മാനിയ എന്നാണ്. 50 വയസ്സിന് മുകളിലുള്ള സ്ത്രീകളിലാണ് ഇത് സാധാരണയായി കണ്ടുവരുന്നത്. ചില പുരുഷന്മാരിലും കാണാറുണ്ട്. അത് പ്രബോധന മാനിയ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഏലിയാമ്മയ്ക്ക് ഞാൻ ഒരു മരുന്ന് തരാം, ഇതൊന്ന് കുറിച്ചെടുത്തോളൂ. ഏലിയാമ്മേ. മിക്ക ഗിലിയാദ് മെഡിക്കൽ സ്റ്റോറിലും കിട്ടും. അച്ചടക്കളത്തിനുള്ള ടാബ്ലറ്റ് 5 വീതം 5 നേരം 5 ഞായറാഴ്ച കഴിക്കുക. സാമാന്യ മര്യാദയുടെ സിറപ്പ് 4 നേരം 4 ഞായറാഴ്ച 4 ഞായറാഴ്ച കഴിക്കുക. ഇത് കഴിച്ചിട്ടും ശമനമില്ലെങ്കിൽ അടുത്തിരിക്കുന്ന സഹോദരിയോടെ സാരിയിൽ പിടിച്ച് വലിക്കാൻ പറയണം. അതുകൊണ്ടും ശരിയാകുന്നില്ലെങ്കിൽ മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന സഹോദരനോട് ഏലിയാമ്മയുടെ കേബിൾ ഒന്ന് ഊരിവിടാൻ പറയുക. പ്രബോധനമായി പുരുഷന്മാരിലാണ് സാധാരണ കാണുന്നത്. ചികിത്സിച്ച് മാറ്റാൻ അല്പം പ്രയാസമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് ഒരു ചെറിയ സഭ നൽകി അവരെ ഒന്ന് പറഞ്ഞു വിടുന്നതാണ്. കേബിൾ ഊരുന്ന കാര്യം പറഞ്ഞല്ലോ, ഡോക്ടർ ആകുന്നതിന് മുമ്പ് നേരത്തെ സഭയിൽ പോയി കേബിൾ ഊരാറുണ്ടായിരുന്നു? അനേക പരീക്ഷണത്തിൽ കൂടെ അല്ലേ നമ്മൾ വിജയിക്കത്തുള്ളൂ. ഹലോ, ഡോക്ടറോട് സംസാരിക്കാൻ സമയ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാ പറഞ്ഞോളൂ. ഞാൻ എരുമപ്പെട്ടിയിൽ നിന്ന് ഏരിയാച്ചനാണ്. ശരി, എന്താ ഇതിന്റെ പ്രശ്നം? എന്റെ പ്രശ്നം പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ ദഹനക്കേട് പൊളിച്ചത് കെട്ടിനും അത് സങ്കീർത്തന ശുശ്രൂഷിക്കുമ്പോഴും പഠനം നടക്കുമ്പോഴുമാണ്. അത് പെട്ടെന്ന് തീർന്ന് ഇറങ്ങിപ്പോയാൽ മതിയെന്ന് തോന്നും. അതിന് മരുന്നുണ്ടോ ഡോക്ടർ? എരുമപ്പെട്ടിയിലെ ഏരിയാച്ച, എരുമപ്പാൽ കുടിച്ചു വന്നാൽ ഇങ്ങനെ സംഭവിക്കും. എരുമപ്പാൽ മാത്രം കുടിച്ചാൽ പോരാ, വചനം എന്ന മായമില്ലാത്ത പാൽ കുടിക്കണം. അഭിഷേകം പ്രാപിച്ചിട്ടുണ്ടോ ഏലിയാച്ചൻ? പണ്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല. എന്നാൽ ഇതിനും ചികിത്സ. വചനം എന്ന മായമില്ലാത്ത പാൽ കുടിച്ച് അഭിഷേകം പ്രാപിച്ച് നല്ല മനസ്സോടെ ഈ ലോകത്തിന്റെ ചിന്തകളെല്ലാം വെടിഞ്ഞ് ഏകാഗ്രതയോടെ ആരാധനയ്ക്കിരിക്കുക. ഇങ്ങനെ ചെയ്തിട്ട് മാറുന്നില്ലെങ്കിൽ വല്ല സമുദായ സഭയിലും പോകുന്നതാണ് നല്ലത്. മനസ്സന്തരപ്പെടാതെ സഭയിൽ കയറി വരുന്ന ഇതൊക്കെ പോകുന്നതാണ് നല്ലത്. ഹലോ, ഡോക്ടറോട് ചോദിക്കാം തത്സമയ പരിപാടിയിലേക്ക് സ്വാഗതം. പറഞ്ഞോളൂ, ആരാ? ഞാൻ മുണ്ടിയപ്പള്ളിയിൽ നിന്ന് കുഞ്ഞമ്മയാ.
ഡോക്ടർ മേഴ്സി വാഴക്കല്ലേ? മേഴ്സി വാഴക്കല്ല, മേഴ്സി വാഴക്കലാണ്. ഇപ്പോൾ എന്താ ചെയ്യുന്നത്? എന്താ കുഞ്ഞമ്മയ്ക്ക് ഇപ്പൊ സംശയം? ഞാൻ എന്തും ചെയ്യും, വിലയും കൂലി ഇല്ലാതായിട്ട് 6 മാസമായി. ആ കുഞ്ഞമ്മേ, എന്താണ് ഇപ്പോൾ പ്രശ്നമെന്ന്? ഡോക്ടറെ, എനിക്ക് പ്രാർത്ഥനയ്ക്കിരുന്ന് വല്ലാത്ത ഉറക്കമാണ്. ഇത് മരുന്നുണ്ടോ ഡോക്ടർ? കുഞ്ഞമ്മേ, ഏത് സമയത്താണ് ഉറക്കം വരുന്നത്? ഏത് സമയത്തും പ്രാർത്ഥന തുടക്കം മുതൽ ആശീർവാദം പറയുന്നിടം വരെ അങ്ങ് ഉറക്കമാണ്. ആട്ടെ, മുണ്ടിയപ്പിള്ളെ കുഞ്ഞമ്മേ, ഏത് സഭയിലാണ് പോകുന്നത്? ചർച്ച സഭ. അവിടുത്തെ പാസ്റ്ററിനെ എനിക്കറിയാമല്ലോ. പാസ്റ്റർ നോബൽ ജേക്കബ് അല്ലേ? ബൈബിൾ കോളേജ് പ്രിൻസിപ്പളും വേദപണ്ഡിതനും പാസ്റ്റർ നോബൽ ജേക്കബ്. അദ്ദേഹത്തിന്റെ വചന ശുശ്രൂഷയിൽ ഒരു കാരണവശാലും ഉറക്കം വരത്തില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് മുണ്ടിയപ്പള്ളി കുഞ്ഞമ്മയ്ക്ക് ഇങ്ങനെ ഉറങ്ങാൻ സാധിക്കുന്നത്? അതാ ഡോക്ടറെ ഞാനും ചിന്തിക്കുന്നത്. ഇത് തീരാരോഗമോ മാറാരോഗമോ വല്ലതുമാണോ ഡോക്ടർ? ഇതൊരു നാഡീപേശി ഡിസോർഡർ രോഗമാണ്. അലസത, ഉത്സാഹമില്ലായ്മ ഇവയാണ് ഇതിന് കാരണം. ആരാധനയ്ക്ക് ആരോ ഉന്തിത്തള്ളി വിടുന്നത് പോലെ വരുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇതിന് പ്രത്യേകിച്ച് മരുന്നില്ല. എന്നാൽ ഒരു വ്യായാമം ഞാൻ പറഞ്ഞു തരാം. കൈകൊണ്ട് ചെയ്യാനാണോ ഡോക്ടർ? കൈകൊണ്ടും കാലുകൊണ്ടും ഒന്നും ചെയ്യുന്നതല്ല. പിന്നെ എന്തുകൊണ്ടാ? ഉറക്കം വരുമ്പോൾ ഉറക്ക സ്തോത്രം പറഞ്ഞാലും മതി. അതാകുമ്പോൾ അടുത്തിരുന്ന് ഉറങ്ങുന്നവർ ഉണർന്നുകൊള്ളും. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഇതിന് പ്രതിഫലവും ലഭിക്കും. ഹലോ ഡോക്ടറോട് ചോദിക്കാൻ തത്സമയ പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ, ആരെ സംസാരിക്കുന്നേ? ഹലോ ഡോക്ടർ, ഞാൻ തോമാച്ചനാ, കേരളത്തിൽ തോന്നല്ലോ. ആ തോമാച്ച, എന്താണ് തോമാച്ചന്റെ പ്രശ്നം? പറയൂ ഡോക്ടർ. ഞാൻ എപ്പോഴും പല സഭകളിൽ പോകുന്നൊരു വിശ്വാസിയാണ്. ഏത് സഭയിൽ ചെന്നാലും കർത്തൃമേശയ്ക്ക് ശേഷം പാസ്റ്റർമാർ പറയുന്നു, സഹോദരന്മാർ തമ്മിലും സഹോദരിമാർ തമ്മിലും വിശുദ്ധ ചുംബനം ചെയ്യണമെന്ന്. അതെന്താ ഡോക്ടർ അങ്ങനെ പറയുന്നേ? കേട്ടിട്ട് നിങ്ങളെ പാസ്റ്റർമാർക്ക് അത്ര വിശ്വാസമില്ലെന്ന് തോന്നുന്നു. അതാ കാരണം. ഓക്കെ, നമ്മുടെ സമയം കഴിഞ്ഞു. കർത്താവിന്റെ വരവ് താമസമെങ്കിൽ അടുത്ത വാർഷികത്തിന് നമുക്ക് വീണ്ടും കാണാമെന്ന നമ്മുടെ ക്ഷീണം സ്വീകരിച്ച് കടന്നു വന്ന ഡോക്ടർ മേഴ്സി വാഴക്കലിന് ഞങ്ങളുടെ ഹൃദയംഗമായ നന്ദി, നമസ്കാരം.